അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ചിക്കൻ മജ്ബൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇതിനായിട്ട് 1 കിലോ ചിക്കൻ മീഡിയം സൈസ്ഡായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇനി ആവശ്യമായിട്ടുള്ളത് നല്ലോണം കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള സെല്ല ബാസ്മതി റൈസാണ്. അത് ഞാനൊരു അരമണിക്കൂറോളം കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചതാണ്. ഇതിനായിട്ട് നമുക്ക് 4 ഗ്ലാസ് വെള്ളം കൂടെ ആണ് ആവശ്യമുള്ളത് ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു 4 ടേബിൾ സ്പൂണോളം. ഇനി അത് ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് 4-5 ഏലക്കായ, പിന്നെ കുറച്ച് പട്ട, ഒരു 4-5 ഗ്രാമ്പൂ, ഒരു ബേ ലീഫ്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഒരു 2 സവാള മീഡിയം സൈസ്ഡ് ആയിട്ടുള്ളത് നല്ലോണം തിന്നായിട്ട് സ്ലൈസ് ചെയ്യുക. എന്നിട്ട് അതും കൂടെ ഈ ഓയിലിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ സവാള നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, അതേപോലെ ഗ്രീൻ ചില്ലിയും കൂടെ, പച്ചമുളകും കൂടെ അരച്ച് ചേർത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ നന്നായിട്ട് പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ 2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ. കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്തിയിട്ട് ആഡ് ചെയ്യുക കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. നല്ല മസാലയുടെയൊക്കെ ഒരു പച്ച മണം മാറുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഈ മസാലയുടെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലോട്ട് ഒരു ഫുൾ തക്കാളി, ഒരു വലിയ തക്കാളി തന്നെ നല്ലോണം മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ മസാലയിൽ നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1.5 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ചിക്കൻ മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നല്ലോണം മസാല അതിൽ പിടിക്കുന്ന രീതിയിൽ ഒന്ന് കുറച്ച് നേരം, ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എത്ര അരിയാണോ എടുക്കുന്നത് അതിൻ്റെ ഡബിളായിട്ട് വേണം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 4 ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 20 മിനിറ്റ്സ് നമ്മളിത് വേവിച്ചെടുക്കണം. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇനി ഇതിലോട്ട് ഉണങ്ങിയ നാരങ്ങ ഉണ്ടല്ലോ, അതും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നല്ലോണം വേവെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ചിക്കനൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ വെന്തിട്ടുള്ള ഈ സ്റ്റോക്കിൽ വേണം നമുക്ക് നമ്മളുടെ റൈസ് വേവിച്ചെടുക്കാനായിട്ട്. ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ള സ്റ്റോക്ക് നമ്മൾ ഒന്ന് അളന്ന് നോക്കണം. അത് എത്ര അരിയാണോ ഇടുന്നത് അതിൻ്റെ ഡബിൾ വെള്ളം അതിലുണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് നോക്കണം. എന്നിട്ട് ഇനി അതിൽ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം, കുറച്ച് ചൂട് ആയിട്ടുള്ള വെള്ളം വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് 4 ഗ്ലാസ് വെള്ളം വേണം ചോറൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ടുള്ള വെള്ളം ഉണ്ടാന്നുള്ളത് നോക്കിയിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ.
എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളുടെ സ്റ്റോക്ക് ഒന്ന് ബോയിലാവണം. ബോയിലായി കഴിഞ്ഞ ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരി ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇനി അത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം. മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മുടെ ചോറ് ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാനിലോട്ട് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നെയ്യ് തന്നെ വേണേ, അത് നല്ല ടേസ്റ്റാണ് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അത് നമ്മൾ നല്ലോണം ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിലോ അല്ലെങ്കിൽ നെയ്യൊന്നും ആവശ്യമില്ല. കുറച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനൊരു 2 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൽ വേണം നമ്മളുടെ ചിക്കൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു ടൈം കൊണ്ട് നമ്മൾ നേരത്തെ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചോറ് കുറച്ചൊന്ന് വേവെത്തിയിട്ടുണ്ട്. ഒരു 70% വേവെത്തിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മളിതൊന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇനി ദം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമ്മളുടെ ഈ പാൻ്റെ മുകളിലായിട്ട് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നല്ലോണം ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വേണം അതൊന്ന് ദം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ നമ്മളൊരു ഫ്രൈ പാനും കൂടെ വെച്ച് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചോറ് അടിക്ക് പിടിക്കും. അതുകൊണ്ടാണ് അത് ചെയ്ത് കൊടുക്കുന്നത്. നെയ്ച്ചോറ് ചെയ്യുന്ന ആ ഒരു സെയിം പ്രൊസീജിയർ തന്നെയാണ്. സീസൺ ചെയ്യാനായിട്ടുള്ള നട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കാഷ്യൂസും അതേപോലെ ബദാമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഈ ഫ്രൈ ആയിട്ടുള്ള ബദാമും കാഷ്യൂസിലേക്ക് കുറച്ച് റേസിൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസിൻ്റെ മുകളിലായിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ് ആയിട്ടുള്ള ചിക്കൻ മജ്ബൂസ് അപ്പോൾ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതേപോലെ തന്നെ മക്കൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. വീണ്ടും കാണുന്നത് വരെ ബൈ, സീ യു ലേറ്റർ.